ദീപക് മരിച്ചു. ഐ ആം സോ ഹാപ്പി. അപ്പൊ നിങ്ങൾ നെറ്റിയിരിക്കുമല്ലോ ഞാനെന്താ ഇത്രയും ഹാപ്പിയെന്ന്. അതെ, എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഇവരെ പോലുള്ള നായകൾ മരിച്ചു പോകുന്നത് തന്നെയാണ് നല്ലത്. ഇവിടെ ക്രിമിനൽ മരിച്ചു, വിക്ടിം വിജയിച്ചു. വിക്ടിം വിജയിച്ചില്ല. നാണം കെട്ട കുറെ കേരളത്തിലെ ക്രിയേറ്റേഴ്സ് കാരണം അവർ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തെറ്റും ചെയ്യാത്ത ഒരു മനുഷ്യൻ, അയാളുടെ മേൽ ഗുരുതരമായിട്ടുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഒരു യുവതി രംഗത്ത് വരുന്നു. അയാളെ സോഷ്യൽ മീഡിയയിലൂടെ അപമാനിക്കുന്നു. അങ്ങനെ അവസാനം അപമാനം താങ്ങാനാവാതെ അയാൾ ജീവൻ ഒടുക്കുന്നു. അങ്ങനെ ജീവൻ ഒടുക്കിയതിനു ശേഷവും അയാളെ വെറുതെ വിടാത്ത കുറെ ശവന്തീനി പട്ടികളും. അതിൽ ചിലരെ കുറിച്ച് നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതുപോലൊരുത്തനെ കുറിച്ച് തന്നെയാണ് ഇന്നത്തെയും നമ്മുടെ വീഡിയോ. ജാസു വ്ലോഗ്സ് എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലിൽ മരിച്ചുപോയ ദീപകിനെ തെറി വിളിച്ചും അധിക്ഷേപിച്ചും കൊണ്ടും ഒരു വീഡിയോ വന്നിട്ടുണ്ട്. അതിൽ പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ പറയുന്നവനെ മോന്തടിച്ച് പൊളിക്കാൻ തോന്നും. എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടോക്കാം. അതെ, ദീപക് മരിച്ചു. ഐ ആം സോ ഹാപ്പി. അപ്പൊ നിങ്ങൾ നെറ്റിയിരിക്കുമല്ലോ ഞാനെന്താ ഇത്രയും ഹാപ്പിയെന്ന്. അതെ, എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അല്ലാതെ പക്ഷം വിക്ടിമാണ് എപ്പോഴും മരിക്കാറും ക്രിമിനലാണ് അവരുടെ ലൈഫ് എൻജോയ് ചെയ്യാറും. ഇയാൾ നാണം കെട്ടിട്ട് ചെയ്ത തെറ്റ് കുറ്റബോധം കാരണം അയാൾ മരിച്ചു. അതെ, അതിനെ പറഞ്ഞു. ശരി, ചെയ്ത തെറ്റിന്റെ കുറ്റബോധം കൊണ്ടല്ല ദീപക് ആത്മഹത്യ ചെയ്തത്. ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ ക്രൂശിക്കപ്പെട്ടത് കൊണ്ടാണ് അയാൾക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വന്നത്. അതൊന്നും നിന്നെ പോലുള്ള ഊളകൾക്ക് പറഞ്ഞാൽ മനസ്സിലാവൂല. നിരപരാധിയായ ഒരു മനുഷ്യന് മരിച്ചതിൽ സന്തോഷിക്കുന്ന നിന്നോടൊക്കെ ഇതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? ബാക്കി പറഞ്ഞിട്ട് എന്തായാലും മൊത്തം കേരളം ഭയങ്കര ദുഃഖത്തിലാണ്. അതെ, ദുഃഖത്തിലാണ് മൊത്തം കേരളം ഈ നാണം കെട്ട ക്രിമിനൽ മരിച്ചതിന്റെ പേരിൽ. അതേടാ, ദുഃഖത്തിലാണ്. നിന്നെ പോലുള്ള ചില ഊളകളെ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ള കേരള ജനത മുഴുവനും ദുഃഖത്തിലാണ്. അത് പക്ഷെ നീ പറഞ്ഞതുപോലെ ഒരു നാണം കെട്ട ക്രിമിനൽ മരിച്ചത് കാരണമല്ല, ഒരു തെറ്റും ചെയ്യാത്ത ഒരു മനുഷ്യന് ജീവൻ നഷ്ടപ്പെട്ടത് കാരണമാണ്. മനസാക്ഷിയുള്ള മനുഷ്യന്മാർക്ക് ദുഃഖം വരും, അത് സ്വാഭാവികമാണ്. നിന്നെ പോലെ മനസാക്ഷിയും മനുഷ്യത്വവും ഇല്ലാത്ത ചില തെണ്ടികൾക്ക് ആ ദുഃഖം മനസ്സിലാക്കാൻ കഴിഞ്ഞോളന്നില്ല. എന്തായാലും നീ ബാക്കി പറഞ്ഞാട്ടെ. അതെ, അയാൾ മരിച്ചാൽ അയാൾ ചെയ്ത തെറ്റ് ശരിയായെന്നാണ് ഇവരുടെയൊക്കെ വിചാരം. അതിന് ദീപക് തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോടാ പുന്നാര മോനെ. അദ്ദേഹം മരിച്ചതുകൊണ്ട് ആ സെന്റിമെന്റ്സിന്റെ പുറത്താണ് എല്ലാവരും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് നീ കരുതിയിട്ടുണ്ടെങ്കിൽ നിനക്ക് തെറ്റി മോനെ. ദീപക് ആത്മഹത്യ ചെയ്തിട്ടില്ലായിരുന്നെങ്കിലും ആ വീഡിയോ കാണുന്ന ഏതൊരാളും ദീപകിനെ മാത്രമേ സപ്പോർട്ട് ചെയ്യുമായിരുന്നുള്ളൂ. കാരണം അയാൾ തെറ്റൊന്നും ചെയ്യുന്നതായിട്ട് ആ വീഡിയോയിൽ കാണുന്നില്ല. അത് തന്നെ. നീ ബാക്കി പറഞ്ഞിട്ടെന്തായാലും. അത് നിങ്ങളുടെ മേലായിരുന്നെങ്കിൽ നിങ്ങൾ ഇതേപോലെ ആയിരിക്കുമോ റിയാക്ട് ചെയ്യുക? അയാളെക്കുറിച്ച് മരിച്ചു, അയാൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയാൻ പറ്റത്തില്ല ഒരിക്കലും. തെറ്റ് ചെയ്താൽ തെറ്റ് തന്നെയാണ്. അത് മരിച്ചാലും ജീവിച്ചാലും എന്ത് ചെയ്താലും. നോർമലി നമ്മൾ കാണാറ് വിക്ടിമാണ് മരിക്കാറും ക്രിമിനലാണ് എന്ത് ചെയ്യാറും. ഇവിടെ ക്രിമിനൽ മരിച്ചു, വിക്ടിം വിജയിച്ചു. വിക്ടിം വിജയിച്ചില്ല. നാണം കെട്ട കുറെ കേരളത്തിലെ ക്രിയേറ്റേഴ്സ് കാരണം അവർ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അവർക്ക് ഉറപ്പായിട്ട് നീതി ലഭിച്ചിരിക്കും. നീതി ലഭിച്ചു. ബട്ട് അയാളുടെ മരണം കാരണം അവർക്ക് നീതി ലഭിച്ചു. ബട്ട് ആ സ്ത്രീ ആ വീഡിയോയിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട്, ഞാൻ വീഡിയോ എടുത്തില്ലായിരുന്നു, അയാൾ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ടും ഇങ്ങനെ ചെയ്തിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നതെന്ന് ആ സ്ത്രീ കറക്റ്റ് ആ വീഡിയോയിൽ പറയുന്നുണ്ട്. കരക്റ്റ് പറയുന്നുണ്ടെങ്കിൽ ഞഞ്ഞായി ഒന്ന് പോടർക്ക അവിടുന്ന്. അവളിനി എന്ത് പറഞ്ഞാലും നമ്മൾ വിശ്വസിക്കാൻ പോണില്ല. കാരണം ഒന്നുമല്ലാത്തൊരു വീഡിയോ പൊക്കി കൊണ്ടുവന്നു ഒരു മനുഷ്യനെ കൊന്നവളാണ് അവൾ. വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് അയാൾ നിർത്തിയില്ല എന്ന് നീ പറയുന്നുണ്ടല്ലോ. എന്ത് നിർത്തിയില്ല എന്നാണ് ആ വീഡിയോയിൽ? അതിന് മാത്രം ഒന്നും കാണുന്നില്ല. അതുകൊണ്ടാണ് പിന്നെയും ഇത് തന്നെ ചോദിക്കുന്നത്. ഇനി വരും ബസ്സിൽ വെച്ച് ആക്രമിക്കപ്പെട്ട സ്ത്രീകളുടെ കുറച്ച് വീഡിയോ പൊക്കി പിടിച്ച് വരുന്നുണ്ട്. അതൊന്ന് കണ്ടോക്കാം. ഇനി കാണാൻ പോകുന്ന വീഡിയോ ഒക്കെ ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്തിട്ട് നമ്മൾ അനുഭവിച്ച കുറെ വീഡിയോസ് ആണ്. ഇതൊക്കെ നിങ്ങൾ കണ്ടോളൂ. ഇതൊക്കെ ക്ലിയർ പ്രൂഫുള്ള വീഡിയോസാണ്. ഇതിൽ പലതിനും ഇപ്പോഴും ജസ്റ്റിസ് ഒന്നും കിട്ടിയിട്ടില്ല. കിട്ടിയത് തന്നെ എല്ലാം സോൾവ് ചെയ്തിട്ട് വിട്ട കേസുകളാണ്. ഇതൊക്കെ കണ്ടോളൂ. ഇതാണ് ഇനിയുള്ള കാലത്തിൻ്റെ അവസ്ഥ. ഇനിയും നമ്മളിങ്ങനെ സപ്പോർട്ട് ചെയ്താൽ. അവിടെ ഇരിക്കുന്ന ഒരു ഒറ്റ മൊണ്ണകളെ പ്രതികരിക്കണ്ടെന്ന് രീതിയിൽ മുഖം കൊണ്ട് അയാളെ നാവ് കൊണ്ടൊക്കെ ഒരു ആക്ഷൻ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആദ്യം അയാളെ വേറെ ചെയ്യണമെന്ന് വിചാരിച്ചു. പിന്നെ കുറേ നേരമായിട്ട് അവിടെ നിന്നിട്ട് അയാൾ ഒരുമാതിരി വൃത്തിയായിട്ട രീതിയിലുള്ള അയാൾ കാണിച്ചപ്പോൾ ഞാൻ വീഡിയോ എടുക്കണ്ടായി. എനിക്ക് ഭയങ്കരമായിട്ട് ഷെയിമാണ് തോന്നിയത്. കാരണം ഇപ്പം നടു റോട്ടിൽ നിന്നിട്ട് ഇങ്ങനെ വൃത്തിയായിട്ട്. കൂട്ടുകാരെ, ഇതിപ്പത്തെ ട്രെൻഡ് ആട്ടോ. KSRTC ബസ്സിലാണ് ഇത് കയ്യും തലയും പുറത്തിട്ടരുതെന്ന് പറഞ്ഞിട്ട് സാമാനം കൂടി പുറത്തിട്ടരുന്ന് എഴുതി. അയാൾ ആദ്യം കൈവച്ചപ്പോ തന്നെ പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സീൻ ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു കമന്റ് കണ്ടിട്ടോ. ഞാൻ ഒറ്റ ചോദ്യം, ഈ ആദ്യം പ്രതികരിക്കുന്ന സമയത്ത് വീഡിയോ കിട്ടിയിട്ടില്ല, അപ്പൊ പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഈ വീഡിയോ എടുക്കാൻ കഴിയില്ല. ഇതിപ്പോ കറക്റ്റ് അയാളെ സ്വഭാവം എന്താണെന്നും എന്താണ് സംഭവിച്ചിട്ടുള്ളതെന്നും അവിടെ ഒരാൾക്ക്
ഒരു പ്രൂഫ് ഉണ്ടാവണം. ഇല്ലാന്നുണ്ടെങ്കിൽ അവൾ എന്തെടുത്തിട്ട് കാണിച്ചു കൊടുക്കുക. ആരും ഉണ്ടാവില്ല, ആരും പ്രതികരിക്കില്ല. ഇപ്പൊ കണ്ടില്ല, ഇത് ഇത്രത്തോളം ഒരു ഇഷ്യൂ ആയിട്ട് ആ കുട്ടി പ്രതികരിച്ച സമയത്ത് അവിടെ തൊട്ടടുത്തുള്ള ഒരു മൊണ്ണകൾ തിരിഞ്ഞു നോക്കുന്നില്ല, മൈൻഡില്ല. ആ കണ്ടക്ടർ വന്നിട്ടൊന്നും നോക്കുന്നില്ല, ബാക്കിയുള്ളവരൊന്നും അനങ്ങുന്നില്ല. പോസ്റ്റ് അടിച്ച മാതിരി എന്താ പറയാ അങ്ങനെ ഇരിക്കുന്നത്. കാമപ്രാന്ത് മൂത്ത് പ്രാന്ത് പിടിച്ചിരിക്കുന്ന ഒരുത്തരാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് എനിക്കൊരു പെൺകുട്ടി അയച്ചു തന്നാണ് ഈ വീഡിയോ. കൊല്ലത്തുനിന്ന് കൊട്ടാ എന്തിനാ മോനെ ഇപ്പൊ ഇതൊക്കെ പൊക്കി പിടിച്ചു വരുന്നത്? ഈ വീഡിയോയിൽ കാണിച്ച ഒട്ടുമിക്ക സംഭവങ്ങളെ കുറിച്ചും ഞാൻ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതാത് സമയങ്ങളിൽ പ്രതികരിച്ചിട്ടുണ്ട്. ഓരോ സമയം സ്ത്രീകളുടെ കൂടെ മാത്രമാണ് ഞാൻ നിലകൊണ്ടിരുന്നത്. കാരണം അതെല്ലാം ജെന്യൂൻ കേസുകളാണെന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് സ്ത്രീകളെ കൂടെ നിന്ന് ഞാൻ സംസാരിച്ചത്. പക്ഷെ സിഞ്ചിതയുടെ കേസ് അങ്ങനെയല്ല. അത് വൈറലാവാൻ വേണ്ടിയുള്ള അവളുടെ നാടകം മാത്രമാണെന്നുള്ളത് കാണുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കും. അതുകൊണ്ട് തന്നെ ഇനി നീ എത്ര പഴയ വീഡിയോകൾ കുത്തിപ്പൊക്കിക്കൊണ്ടുവന്നിട്ട് കാര്യമില്ല മോനെ. അതൊന്നും വെച്ച് സിഞ്ചിതയെ ന്യായീകരിക്കാൻ കഴിയുമെന്ന് നീ കരുതണ്ട. ബാക്കി പറഞ്ഞിട്ടെന്തായാലും മൊത്തം കേരളം മൊത്തം എനിക്കെതിരായി സംസാരിച്ചാലും എന്നെ എന്ത് ചെയ്താലും എനിക്ക് കുഴപ്പമില്ല. നിയമപ്രകാരം എന്ത് ആക്ഷൻ എടുത്താലും കുഴപ്പമില്ല. ആ വീഡിയോയിൽ ക്ലിയറായി കാണാം. ക്ലിയറായി കണ്ണടച്ച് നോക്കുന്നവനെ ഒരിക്കലും കാണാൻ പറ്റില്ല. ഓക്കെ, ഉറങ്ങുന്നത് പോലെ അഭിനയിക്കുന്നവനെ എണിപ്പിക്കാൻ പറ്റൂല എന്ന് പറയുന്ന പോലെ തന്നെയാണ്. കണ്ണടച്ച് കണ്ടാൽ ഒരിക്കലും കാണത്തില്ല. ദാറ്റ് ലേഡി ഐ എം സോ ഹാപ്പി ടു സീ ഇത്ര ഇമ്പ്രൂവ്മെന്റ് ആയിരുന്നത്. ഇല്ലെങ്കിൽ ആ ഓരോന്ന് സ്ത്രീകൾ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആൾക്ക് ഇപ്പൊ കുറേ പേര് പറയുന്ന ഒരു റീസണാണ്. അപ്പോൾ തന്നെ എന്താ റിയാക്ട് ചെയ്യാത്തത്, കേസ് കൊടുക്കാത്തത് എന്താ? കേസ് കൊടുത്താൽ എന്തൊക്കെ ആകുമെന്ന് നിങ്ങൾക്ക് അറിയാത്ത കൊണ്ടായിരിക്കാം. അറ്റ് ദി എൻഡ് ഈ കേസ് കൊടുത്ത ആളുടെ തലക്കാണ് ഇപ്പോൾ തന്നെ കാണുന്നില്ല. ആ സ്ത്രീ അനുഭവിച്ചിട്ട് ആ സ്ത്രീയെയാണ് കേരളം മൊത്തം പറയുന്നുണ്ടത്. അയാൾ മരിച്ചു എന്ന് പറഞ്ഞിട്ട് അയാൾ ചെയ്ത തെറ്റ് ഒരിക്കലും ഇല്ലാണ്ടാവത്തില്ല. മരിച്ചവൾ മരിച്ചു. ഇല്ലെങ്കിൽ ഈ സ്ത്രീയാണ് മരിച്ചതെങ്കിൽ ഈ വീഡിയോ ഇട്ടത് കൊണ്ടാണ് ഇയാൾ മരിച്ചത്. ഐ എം സോ ഹാപ്പി. സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ട്. ഇങ്ങനെയുള്ള നാണം കെട്ട ജീവങ്ങൾ മരിച്ചെന്നത് സന്തോഷം തന്നെയാണ്. ഇയാളെ പറഞ്ഞ് ഇനി എത്രയൊക്കെയോ സ്ത്രീകളുടെ ലൈഫ് ഹാപ്പിയായി. കുറെ പേർ അനുഭവിക്കേണ്ടത് ഇതിലൂടെ തീർന്നു എന്ന് നിങ്ങൾ ഹാപ്പി ആവുക. ഐ ഡോണ്ട് നോ ഇവരുടെ ഫാമിലിക്ക് എന്ത് പറ്റുമെന്ന് എനിക്കറിയത്തില്ല, ബട്ട് ഐ എം ഹാപ്പി. സത്യം പറയാലോ, ഇങ്ങനെയുള്ള നാണകെട്ട വർഗ്ഗങ്ങൾ ഇനി വേണ്ട. അതെന്നെയാണ് നിന്റെ വീഡിയോ കാണുന്ന എല്ലാവരും പറയുന്നത്. നിന്നെ പോലുള്ള നാണം കെട്ടവന്മാരെയൊന്നും ഇനി ഇവിടെ വേണ്ട. അതുകൊണ്ട് പുറത്തിറങ്ങി നടക്കുമ്പോൾ നീ സൂക്ഷിച്ചോ. നിന്റെ നാട്ടുകാർ തന്നെ നിനക്കിട്ട് പണിയാൻ നല്ല സാധ്യതയുണ്ട്. നല്ലോണം സൂക്ഷിച്ച് നടന്നു. ഒരു മനുഷ്യനെ മരണത്തിൽ സന്തോഷിക്കുന്ന നിന്നോടൊന്നും ആരും ഒരു ദയാദാക്ഷിണ്യവും കാണിക്കുമെന്ന് നീ കരുതണ്ട. നീ എന്തായാലും ബാക്കി പറഞ്ഞോട്ടെ. വേണ്ടാന്ന് തന്നെ പറയണം ഇങ്ങനെയുള്ള നരമ്പ് രോഗികൾ. അപ്പൊ ഞാൻ ഈ വീഡിയോയിൽ കറക്റ്റായി നിങ്ങൾ കാണാം. അയാൾ കൈ കൊണ്ട് കറക്റ്റ് ഇങ്ങനെ മുട്ടുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കുറേ ആൾ പറയുന്നുണ്ട് അയാൾ ശ്രദ്ധിച്ചിട്ട് പോലും ഇവൾ അത്ര ക്ലിയർ ആയിട്ട് ഇങ്ങനെ പിടിച്ച് വീഡിയോ എടുക്കുന്നുണ്ട്. അവിടെയുള്ള എല്ലാവരും വാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അയാൾക്ക് കണ്ടിട്ട് ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അയാൾ എത്ര മാത്രം നാണം കെട്ട ഒരു മനുഷ്യനാണെന്ന് നിങ്ങൾ ആലോചിക്കണം. കണ്ടിട്ട് ആ സ്ത്രീ പറയുന്നത് പോലെ തന്നെയാണ്. ധൈര്യത്തോടെ ഇത്രയും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേ കേരളത്തെ ഇതേ ജനങ്ങളുടെ മെന്റാലിറ്റി കൊണ്ടാണ്. ഇപ്പോഴും ഈ സ്ത്രീയെ പറയുന്ന ആൾക്കാരെ പോലത്തെ ആൾക്കാർ ഉണ്ടെന്ന് ധൈര്യം കൊണ്ട് തന്നെയാണ് അയാൾ ക്യാമറ കണ്ടിട്ടും അങ്ങനെ ചെയ്തത്. എന്നിട്ടും ഇയാൾ ഇങ്ങനെ കണ്ണിലിങ്ങനെ നോക്കുന്ന സീൻ ഞാൻ ഇവിടെ വെച്ച് തരാം. നോക്കിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പലരും പല ന്യായീകരണവും കൊണ്ട് ഇയാളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവർക്കൊക്കെ നാണമുണ്ടോ? നിങ്ങൾക്കോ നിങ്ങളുടെ ഫാമിലിയിലുള്ള ആർക്കെങ്കിലോ ഇങ്ങനെ സംഭവിച്ചത് എങ്കിൽ അയാൾ മരിച്ചാലും നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുമോ? പറയും. എന്തേ മരിച്ചാലും ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെ പറയും. വൈറലാകാൻ വേണ്ടി ഒരു മനുഷ്യനെ കൊന്നവൾ എത്ര അടുത്ത കുടുംബക്കാരിയാണെങ്കിലും വേണ്ടിയില്ല, അവൾ ഒറ്റപ്പെടുത്തിയിരിക്കും. വീട്ടിലുള്ള ആളാണെന്ന് കരുതി എന്ത് തെണ്ടിത്തരം കാണിച്ചാലും സപ്പോർട്ട് ചെയ്യാനൊന്നും എന്നെ കിട്ടില്ല. അതുകൊണ്ട് നീ ആ ഡയലോഗ് വിടുമോനെ. നിന്റെ കുടുംബത്തിലെ നല്ല ആണുങ്ങൾ ഇല്ലാതായി പോയി. അതുകൊണ്ടാണ് നീയൊക്കെ വന്നിരുന്ന് ഇങ്ങനെ ചലക്കുന്നത്. അല്ലെങ്കിലേ നിന്റെ ഈ വർത്താനത്തിനൊക്കെ മോന്തകൊന്ന് തരേണ്ട സമയം കഴിഞ്ഞു. നീ ബാക്കി പറഞ്ഞാലും. ബിക്കോസ് ഇനിയിപ്പോൾ നാളെ ഈ സ്ത്രീ എവിടെയെങ്കിലും അവരുടെ ജീവൻ എടുത്താൽ ഐ എം ഷെയിംഫുൾ ടു സേ ഈ കേരളം മൊത്തം ഈ വീഡിയോ ആക്കി എല്ലാവരും മാപ്പ് പറയേണ്ടി വരും. ആ സ്ത്രീക്ക് എന്തെങ്കിലും പറ്റിയാൽ ഈ കേരളം മൊത്തം മാപ്പ് പറയേണ്ടി വരും. അയാൾ മരിച്ചത് നല്ലതായി. ഈ സ്ത്രീക്ക് എന്തെങ്കിലും പറ്റിയാൽ നിങ്ങൾ ഓരോരുത്തരായിരിക്കും അതിനുള്ള കാരണം. അതിൻ്റെ പേരിൽ നിങ്ങൾ മാപ്പ് പറയേണ്ടിയും വരും. മാപ്പല്ല കോപ്പ് പറയും. അവള് മരിച്ച അവക്ക് പോയി.
ഇത്രേ ഉള്ളൂ. അങ്ങനൊന്നും മാത്രം ചെയ്യാതിരിക്കട്ടെ, അത് വേറെ കാര്യം. ഒരാളും ആത്മഹത്യ ചെയ്യുന്നതിനോട് എനിക്കൊന്നും യോജിപ്പില്ല. ഇനിയിപ്പോ ഒരാൾ മരിച്ചാലും നിന്നെ പോലുള്ള ഒരാളുടെ മരണം കൊണ്ട് സന്തോഷിക്കാനും എനിക്ക് കഴിയില്ല. പക്ഷെ എന്ത് കരുതി ആ സ്ത്രീ മരിച്ചാൽ കേരളം മുഴുവനും മാപ്പ് പറയേണ്ടി വരുമെന്നൊക്കെ പറഞ്ഞാൽ അതിനൊക്കെ ഉണ്ടല്ലോ പുച്ഛ മാത്രമാണ് മറുപടി. ഒരാൾ കൊന്നവളാണ് അവൾ, അതുകൊണ്ട് കൂടുതൽ സെന്റിമെന്റ്സ് ഒന്നും മറക്കണ്ട. ഇറക്കിയിട്ട് കാര്യവുമില്ല. കേട്ടില്ലേ? ബാക്കി പറഞ്ഞിട്ടുണ്ടാലും ഇങ്ങനെ ഒരു സ്ത്രീയെ എന്തൊക്കെയാണ് പറയുന്നത്. അനുഭവിച്ച വിക്ടിം ബ്ലെയിമിങ്, ഇത് നടന്നവർക്കേ അറിയത്തുള്ളൂ ഇതിന്റെ വേദന. തെറ്റ് ചെയ്യാണ്ട് കുറ്റപ്പെടുത്തുന്നത് സഹിക്കാൻ പറ്റത്തില്ല. എല്ലാവർക്കും ഏറ്റവും കഷ്ടമുള്ള കാര്യമാണ് നമ്മൾ ഒരു തെറ്റും ചെയ്യാണ്ട് നമ്മളെ കുറ്റപ്പെടുത്തുക. ഇവിടെ വിക്ടിമായിട്ട് അവരെ കുറ്റപ്പെടുത്തിയാൽ അപ്പൊ എത്ര വേദന ഉണ്ടാകുമെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. അതന്നെയാണ് എനിക്കും പറയാനുള്ളത്. തെറ്റ് ചെയ്യാതെ കുറ്റപ്പെടുത്തുമ്പോൾ ഒരാളുടെ വേദന എത്രത്തോളം ഉണ്ടാകുമെന്ന് നീ ആദ്യം മനസ്സിലാക്കണം. ആ വേദനയിൽ നീറി അയാൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ എത്രത്തോളം വിഷമിച്ചിട്ടുണ്ടാകുമെന്ന് നീ ആലോചിക്കണം. ഇനി നിനക്ക് അതിനൊക്കെ എവിടെ സമയം അല്ലേ? ഉള്ള സമയം മൊത്തം ദീപകിന്റെ മരണത്തിൽ സന്തോഷിക്കുകയും ചിംജിതയെ സപ്പോർട്ട് ചെയ്യുകയുമല്ലേ നീ ചെയ്യുന്നത്. അങ്ങനെയാണ് നിനക്കൊക്കെ തെറ്റ് ചെയ്യാത്ത ഒരാളുടെ വേദന എങ്ങനെ മനസ്സിലാക്കാനാണ്? നീ ബാക്കി പറഞ്ഞാലും ഇവരെ പോലുള്ള നായകൾ മരിച്ചു പോകുന്നത് തന്നെയാണ് നല്ലത്. എനിക്കൊരിക്കലും ഒരാൾ മരണപ്പെടണമെന്ന് ഒരാഗ്രഹവുമില്ല. ബട്ട് ഇതേപോലുള്ള ആൾക്കാർക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന നായകൾ, മനുഷ്യൻ കെട്ട ജീവികൾ എപ്പോഴും മരിക്കുന്നത് തന്നെയാണ് ബെറ്റർ ഓപ്ഷൻ. അവർ കാരണം നല്ലവരായ മനുഷ്യർ മരിക്കുന്നതിന് പകരം ഇങ്ങനെയുള്ള നായകൾ മരിക്കട്ടെ. ദാറ്റ് ഈസ് ദ ബെസ്റ്റ്. ഇനി ഇയാൾക്ക് കേസ് കൊടുത്തിട്ട് എന്തെങ്കിലും നടക്കുന്നതെങ്കിൽ തന്നെ ഇയാൾ ജാമ്യത്തിലിറങ്ങി പാരോളിലിറങ്ങി അയാളുടെ ലൈഫ് മൊത്തം എൻജോയ് ആക്കും. അല്ലെങ്കിൽ തന്നെ ഈ പോലീസൊക്കെ സെറ്റിൽമെൻറ്റ് ചെയ്തിട്ട് ഈ സ്ത്രീയെ കൊണ്ട് കംപ്ലയിൻറ്റ് വിഡ്രോ ചെയ്യിക്കും. എന്നിട്ട് ഇയാളെ മൊത്തം ഫ്രീ ആയിട്ട് ജീവിക്കാൻ അനുവദിക്കും. അപ്പോൾ ഇയാൾ ഇത് കൂടുതൽ ചെയ്യും. ഇനി കുട്ടികളെ വരെ എന്തും ചെയ്യും. ഇയാളെ പോലത്തെ നാങ്കെട്ട മനുഷ്യർ. അതിനേക്കാൾ ബെറ്റർ ഇയാൾ മരിക്കുന്നത് തന്നെയാണ്. എന്തവനോടൊക്കെ പറയല്ലേ, മരിച്ചു പോയൊരു മനുഷ്യനെയാണ് ഇവൻ നായ എന്ന് തെറി വിളിക്കുന്നത്. ഇതാണ് ഇവനൊക്കെ നിലവാരം. ഈ നിലവാരം ഒക്കെ വെച്ച് ഇവൻ ചിംജിതയൊക്കെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ അത്ഭുതമുണ്ട്. മരണപ്പെട്ട ഒരു മനുഷ്യനെ തെറി വിളിച്ചും അപമാനിച്ചും വീഡിയോ ചെയ്തവനെതിരെ കേസെടുക്കണമെന്നാണ് എന്റെ അഭിപ്രായം. കേസെടുത്താലും എനിക്കൊരു കുഴപ്പവും ഇല്ല എന്ന് ഇവൻ തന്നെ അടിച്ചു വിടുന്നുണ്ടായിരുന്നല്ലോ. അവസാനം കേസായി കഴിഞ്ഞിട്ടും ഈ ആവേശം ഇതുപോലൊക്കെ കണ്ടാൽ മതിയായിരുന്നു. മദ്യലഹരിയിൽ അറിയാതെ പറഞ്ഞു പോയതാണെന്നും പറഞ്ഞ് മൂങ്ങി വരാതിരുന്നാൽ മാത്രം മതി. എന്തായാലും ഇവനെ പോലുള്ള ആളുകളാണ് നിലവിൽ നമ്മുടെ നാടിന്റെ ശാപം എന്ന് പറയാതെ വയ്യ. ഇവന്റെ നാട്ടുകാരോ കുടുംബക്കാരോ ഇവന്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇവനെ അടക്കി നിർത്തണം. കണ്ടിട്ട് ചെറിയ പ്രായമേ ഉള്ളൂ, പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അല്ലാണ്ട് ഇപ്പൊ ഞാനിപ്പോ എന്താ പറയാ. എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞിട്ടും കുറെ വേട്ടപ്പട്ടികൾ അയാളെ വലിച്ചു കീറുന്നത് കാണുമ്പോൾ നല്ല സങ്കടമുണ്ട്. ആരോട് പറയാനാണ് അല്ലേ? കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. പുറത്തൊരു ടോപ്പിക്കുമായി കാണാം.